ബലാത്സംഗ കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ഒരു നടിയുടെ സഹോദരിയുടെ ചുവന്ന കാറാണെന്ന് കണ്ടെത്തി. നടിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. അടച്ചിട്ട മുറിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പുതിയ അപേക്ഷ നൽകി. പരാതി നൽകാൻ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്ന് വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നത്. സ്വന്തം വാഹനം ഒഴിവാക്കി മറ്റൊരു വാഹനമാണ് രാഹുൽ ഇതിനായി ഉപയോഗിച്ചത്. രാഹുൽ രക്ഷപ്പെട്ട ചുവന്ന പോളോ കാർ ഒരു പ്രമുഖ നടിയുടെ സഹോദരിയുടേതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കാർ ഉപയോഗിച്ചിരുന്നത് നടിയാണ്. നടിയുടെ കൂടി സഹായത്തോടെയാണോ രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടിയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടിയുടെ പങ്ക് വ്യക്തമായാൽ കേസിൽ ഇവരെയും പ്രതി ചേർക്കും. പാലക്കാട് നിന്ന് വ്യാഴാഴ്ച വൈകിട്ട് രാഹുൽ പൊള്ളാച്ചിയിലെത്തി. വെള്ളിയാഴ്ചയാണ് ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയത്. പിന്നീട് പലയിടങ്ങളിലായി രാഹുൽ മാറി മാറി താമസിക്കുകയാണ് എന്നാണ് വിവരം. രാഹുൽ വ്യാഴാഴ്ച പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തിയതായി തനിക്കറിയില്ലെന്ന് കെയർ ടേക്കർ മൊഴി നൽകി. വൈകിട്ട് 4:30 ഡ്യൂട്ടി കഴിഞ്ഞ് താൻ ഫ്ളാറ്റിൽ നിന്ന് പോയി. CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടതിൽ തനിക്ക് പങ്കില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് ഇയാൾ പറഞ്ഞു. കെയർ ടേക്കറുടെ സഹായത്തോടെയാണ് ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. രാഹുലുമായി അടുത്ത ബന്ധമുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി പരിഗണിക്കുക. ഇതിന് മുന്നോടിയായാണ് ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടത്. ഡിജിറ്റൽ തെളിവുകളടക്കം കോടതി പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം രാഹുൽ മുന്നോട്ട് വെച്ചത്. രാഹുലിന്റെ അപേക്ഷയിൽ കോടതിയാണ് അന്തിമ തീരുമാനമെടുക്കുക. മീഡിയ 1 തിരുവനന്തപുരം.